അപ്പോൾ നമ്മൾ ഇൻസ്ക്രിപ്റ്റിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഇൻസ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇൻസ്ക്രിപ്റ്റ് കീബോർഡ് നമുക്ക് വിക്കിപീഡിയ തന്നെ കാണാൻ പറ്റും. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു സ്റ്റാൻഡേർഡാണ്, ഇന്ത്യൻ ഭാഷകൾക്കുള്ള ഒരു സ്റ്റാൻഡേർഡാണ് ഇൻസ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. ഇത് ഇന്ത്യൻ ഗവൺമെൻറ് ഇതിൻ്റെ അണ്ടറിൽ തന്നെ വന്നിട്ടുള്ളൊരു സ്റ്റാൻഡേർഡാണ്. അത് ഇന്ത്യയിലെ എല്ലാ ഭാഷകൾക്കും ഒരേ ലേഔട്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു സംഗതി. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഹിന്ദി നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അടുത്ത ലേഔട്ട് നോക്കുകയാണെങ്കിൽ വേറെ ബംഗാളി സ്ക്രിപ്റ്റ് കാണാൻ പറ്റും. അതുപോലെ തമിഴ്, ഇത് നോക്കുകയാണെങ്കിൽ ഗുജറാത്തി. ഇങ്ങനെ എല്ലാ ഇന്ത്യൻ ഭാഷകൾക്കും ഒരേ ലേഔട്ട് എന്നുള്ളതാണ് ഇൻസ്ക്രിപ്റ്റിൻ്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് മംഗ്ലീഷ് നമ്മൾ മലയാളം അടിക്കുമ്പോൾ ഞാൻ അടിക്കുമ്പോൾ NJAN അടിക്കുന്ന ഒരു മെത്തേഡല്ല, മറിച്ച് ഓരോ അക്ഷരത്തിൽ അല്ലെങ്കിൽ ഓരോ കീയിലും ഓരോ മലയാള അക്ഷരങ്ങൾ അല്ലെങ്കിൽ മറ്റ് അക്ഷരങ്ങൾ അസൈൻ ചെയ്തിരിക്കുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ ഡിഫോൾട്ടായിട്ട് ഇപ്പോൾ വിൻഡോസിലാണെങ്കിൽ വിൻഡോസിൽ പോയിട്ട് സെറ്റിങ്സിൽ പോയിട്ട് കീബോർഡിലൂടെ ആഡ് കീബോർഡ് എന്ന് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് മലയാളം ഇൻസ്ക്രിപ്റ്റാണ് വരിക. പൂർണ്ണ എന്നുള്ളതാണ് ഇപ്പോൾ പരിചയപ്പെടുത്തി ഉദ്ദേശിക്കുന്നത്. കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആണ്. സെയിം സാധനം, കീ ഒക്കെ സെയിം, അതിന് ചെറിയ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുള്ള മാറ്റം തന്നെയുള്ളൂ. അതിനകത്ത് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ടൈപ്പ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ മലയാളത്തിലെ എല്ലാ യൂണീക്കോഡ് അക്ഷരങ്ങളെയും നിലവിൽ എൻകോഡ് ചെയ്യപ്പെട്ടുള്ള എല്ലാ പഴയ ഇപ്പം നിലവിൽ ഉപയോഗിക്കാത്ത അക്ഷരങ്ങളൊക്കെ ടൈപ്പ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ഈ ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ തുടങ്ങിയ സാധനങ്ങളും ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ലേഔട്ട് എന്ന് പറയുന്നത്. പിന്നെ അടുത്തത് ഒരു റെമിങ്ടൺ കാണേണ്ട, അത് പണ്ട് ഉപയോഗിച്ചിരുന്ന ടൈപ്പ് റൈറ്റർ ഉണ്ടല്ലോ, നമ്മൾ സാധാ ടൈപ്പ് റൈറ്റർ, ആ ടൈമിലൊക്കെ ഉപയോഗിച്ചിരുന്ന ആ കോഴ്സുകളൊക്കെ പഠിക്കുന്ന ആൾക്കാർ പഠിക്കുന്ന ലേഔട്ടാണ്. ഇതിപ്പോൾ നിങ്ങൾ മെയിൻ ചെയ്യേണ്ട ഈ ഇൻസ്ക്രിപ്റ്റ് എന്ന് കാണുന്ന ലേഔട്ടാണ് ഉള്ളത്. ഇതിൽ തന്നെ നോക്കുകയാണെങ്കിൽ ഇടതുവശത്ത് താഴെ കാണുന്നതും ഇടതുവശത്ത് മുകളിൽ കാണുന്നത് മാത്രം പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട കാര്യമുള്ളൂ. ബാക്കിയുള്ളത് ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. കാരണം ഇതൊക്കെ മലയാളം തന്നെയാണ്. പക്ഷേ കണ്ടാൽ മലയാളമാണെന്ന് നിങ്ങൾക്ക് തോന്നില്ല, പക്ഷേ ഇത് ആക്ച്വലി മലയാളമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ കാണുന്ന 1, 2, 3 എന്നൊക്കെ പറഞ്ഞ മലയാളം നമ്പറുകളാണ്. ഇപ്പോൾ ചില ആളുകൾ ഇറിന് പകരം ഈ മലയാളം 4 ഒക്കെ പലപ്പോഴും ഉപയോഗിക്കാറുണ്ട്, ഇറിന് പകരം. അങ്ങനെ കുറേ തെറ്റുകൾ കടന്നുകൂടാറുണ്ട്. അതുപോലെ മലയാളം 9 പകരം ഈ ഇന്ന് പലരും ടൈപ്പ് ചെയ്യുമ്പോൾ അറിയാണ്ട് വന്ന് പെടാറുണ്ട്. പിന്നെ ഈ കാണുന്നതൊക്കെ മലയാളം ഭിന്നസംഖ്യകളാണ്. ഇതൊന്നും നമ്മൾ പലരും കണ്ടിട്ട് തന്നെ ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ഉറപ്പിച്ച് പറയാം, ഇതിലുള്ള പലരും ഇത് കണ്ടിട്ട് തന്നെ ഉണ്ടാവില്ല. അത് മലയാളമാണെന്ന് നിങ്ങൾ വിചാരിക്കുന്ന പോലും ഉണ്ടാവില്ല. കാരണം ഇതൊക്കെ അത്രയും പഴയ പുസ്തകങ്ങളിൽ മാത്രം അവൈലബിൾ ആയിട്ടുള്ള സാധനം. ഇത് പൂർണ്ണയിൽ മാത്രമേ ഇതൊക്കെ ഉള്ളൂ, ഡിഫോൾട്ട് സാധനത്തിൽ ഇതൊന്നും ഇല്ല. പക്ഷെ അത് ഓൾട്ട് ഷിഫ്റ്റ് ഒക്കെ അടിച്ചു കഴിഞ്ഞാൽ അത് കിട്ടുള്ളൂ. അത് പെട്ടെന്ന് കിട്ടുന്ന രീതിയിലല്ല അതിനെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതൊന്നും നെവർ മൈൻഡ്. ഈ ലെഫ്റ്റിൽ കാണുന്ന താഴത്തി മുളത്തി മാത്രമാണ് നമുക്ക് ആവശ്യം വരുള്ളൂ. ഒരു 99.9% നമുക്ക് അത് മാത്രമേ ആവശ്യം വരുള്ളൂ. അല്ലാത്ത ചില സന്ദർഭങ്ങളിൽ ആവശ്യം വരികയാണെങ്കിൽ ഉപയോഗിക്കാനാണ് ഇപ്പോഴത്തെ സാധനങ്ങളുള്ളത്. അപ്പോൾ ഞാൻ ഗ്രൂപ്പിനകത്ത് ഒരു ലിങ്ക് ഇട്ടിട്ടുണ്ട്. ആ ലിങ്കിൽ പോയാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ ചിത്രം ഇവിടെ കാണാൻ പറ്റും. അതല്ലെങ്കിൽ തന്നെ അതിന് താഴെ, ആ ചിത്രത്തിൻ്റെ താഴെ വന്നു കഴിഞ്ഞാൽ SVG ഫയൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ SVG ആയിട്ട് നിങ്ങൾക്ക് അത് SVG ആയിട്ട് കാണാം. SVGയുടെ പ്രത്യേകത എത്ര നിങ്ങൾ സൂം ചെയ്താലും അതിൻ്റെ ക്വാളിറ്റി പോകില്ല എന്നുള്ളതാണ് SVGയുടെ പ്രത്യേകത. എത്ര വേണമെങ്കിലും നിങ്ങൾക്കത് സൂം ചെയ്ത് നോക്കാൻ പറ്റും SVG ആണെങ്കിൽ. ഇനി അതല്ല, നിങ്ങൾക്ക് അതിൻ്റെ PDF വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ താഴെ ഡൗൺലോഡ് PDF എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്താൽ അതിൻ്റെ PDF നിങ്ങൾക്ക് ഇവിടെ കിട്ടും. ഇതൊന്ന് ഡൗൺലോഡ് ചെയ്ത് എടുത്ത് വെക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ ആ PDF നമുക്ക് തുറന്ന് വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ അക്ഷരങ്ങൾ നോക്കാൻ പറ്റും. അപ്പോൾ ഞാനത് വെച്ചിട്ട് എന്തായാലും പറഞ്ഞുതരാം. ഇത് വെച്ചിട്ടാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. മറ്റു കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞില്ല, ശ്രദ്ധിക്കേണ്ട. ലെഫ്റ്റിൽ താഴെയുള്ളതും മുകളിലുള്ളതും മാത്രമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട അക്ഷരങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ലെഫ്റ്റ് ഭാഗത്ത് താഴെയുള്ളതാണ് നമ്മൾ സാധാരണ കീ അടിച്ചേക്കട്ടെ. ഉദാഹരണത്തിന് F നമ്മൾ വെറുതെ F പ്രസ് ചെയ്താൽ ഈ E എന്നുള്ള വള്ളിയാണ് വരിക. ഷിഫ്റ്റ് F അടിച്ചാൽ E എന്ന് പറയുന്ന അക്ഷരമാണ് വരിക. ഇനി അത് Hലേക്ക് വന്നാൽ വെറുതെ H അടിച്ചാൽ പ വരും, ഷിഫ്റ്റ് H അടിച്ചാൽ ഫ വരും. അങ്ങനെയാണ് ഇത് മനസ്സിലാക്കേണ്ടത്. അതായത് ഈ ഒരു ഇതിൽ ലെഫ്റ്റിലുള്ളത് മാത്രം നോക്കിയാൽ മതി. ലെഫ്റ്റിലുള്ളത് നോക്കുമ്പോൾ തന്നെ വെറുതെ ഒരു കീ പ്രസ് ചെയ്യുമ്പോൾ ലെഫ്റ്റ് ബോട്ടത്തിലുള്ളതാണ് വരിക. ഷിഫ്റ്റ് അടിച്ചിട്ട് ആ കീ അടിച്ചാൽ ലെഫ്റ്റ് മുകളിലുള്ളതാണ് വരിക. ഇതാണ് ആദ്യത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഇതിൽ തന്നെ നമുക്കിവിടെ ഡെമോ എന്ന് പറയുന്ന സാധനമുണ്ട്. ഇത് വെച്ചിട്ട് നമുക്ക് ടൈപ്പ് ചെയ്ത് പഠിക്കാൻ പറ്റും. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ ഒരു ഡെമോ ലിങ്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സാധനം തുറന്നു വരും. ഇതിനകത്ത് വേണമെങ്കിൽ നമുക്ക് ടൈപ്പ് ചെയ്യാം. ആ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ഇംഗ്ലീഷ് ആയിരിക്കണം കീബോർഡ് എന്ന് മാത്രം. നമ്മുടെ ഇൻപുട്ട് ഇംഗ്ലീഷ് ആയിരിക്കണം. എന്നിട്ട് നമുക്കിവിടെ യൂസ് ഫിസിക്കൽ കീബോർഡ് എന്നുള്ളത് ഒന്ന് ഓൺ ആക്കി കൊടുത്തിട്ട് നമുക്കിങ്ങനെ ടൈപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് അക്ഷരങ്ങൾ കാണാൻ പറ്റും. ഇവിടെ പക്ഷേ എല്ലാം കാണിക്കില്ല.
ഷിഫ്റ്റ് അമർത്തിയാലാണ് ഷിഫ്റ്റിൽ വരുന്നത് കാണിക്കുള്ളൂ. ഷിഫ്റ്റ് വിട്ടാൽ ഷിഫ്റ്റ് ഇല്ലാത്തതാണ് കാണിക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് എ തന്നെ നോക്കാം. എയിൽ ഒ എന്ന് പറയുന്ന ഒരു സ്വര ചിഹ്നമാണ് ഡിഫോൾട്ട് ആയിട്ടുള്ളത്. ഷിഫ്റ്റിൽ ഒ എന്ന് പറയുന്ന അക്ഷരം നിങ്ങൾ നോക്കിക്കാണാം, ഇവിടെ ഒ എന്നുള്ള അക്ഷരം ഷിഫ്റ്റിലാണ് ഒ എന്ന് പറഞ്ഞ് കാണുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് എല്ലാ അക്ഷരങ്ങളും ഷിഫ്റ്റ് ഞെക്കിയാലാണ് ഷിഫ്റ്റിലുള്ളത് കാണാൻ പറ്റുള്ളൂ. ഇവിടെ നമുക്കെല്ലാം നോക്കി മനസ്സിലാക്കാൻ പറ്റും. ഇനി ഇത് പെട്ടെന്ന് മനസ്സിലാക്കാനുള്ള ഒരു എളുപ്പവഴിയാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. നമ്മൾ കീബോർഡിന് രണ്ടാക്കി മുറിക്കാം. കീബോർഡ് രണ്ടാക്കി മുറിച്ച് കഴിഞ്ഞാൽ ഉദാഹരണത്തിന് ജി, നമ്മുടെ കീബോർഡ് റോയിലെ ജി എന്ന് പറയുന്ന ഭാഗത്ത് ഇങ്ങനെ ഒരു വര വരച്ചാൽ ഈ ജീൻ്റെ ഇങ്ങോട്ടേക്കുള്ള ഭാഗം, ജി മുതൽ ഇങ്ങോട്ട് എ വരെയുള്ള ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് ഭൂരിഭാഗവും സ്വരാക്ഷരങ്ങളാണ് വരുന്നത്. അതായത് അ ആ ഇ ഈ ഉ ഉ എന്ന് പറയുന്ന സ്വരാക്ഷരങ്ങളും അതിൻ്റെ ചിഹ്നങ്ങളുമാണ് ഈ ജി എന്ന് പറയുന്ന ഈ ഒരു റോയിൽ നിന്ന് ഇങ്ങോട്ടേക്കുള്ളത്. അപ്പോൾ ഈ ജി എന്ന് പറയുന്ന ഈ പോർഷൻ്റെ ഇവിടേക്ക് നോക്കുകയാണെങ്കിൽ സ്വരാക്ഷരങ്ങളാണ് വരുന്നത്. ഇനി എച്ച് മുതൽ ഇങ്ങോട്ടേക്ക് നോക്കുകയാണെങ്കിൽ വ്യഞ്ജനാക്ഷരങ്ങൾ ഈ പരിസരത്താണ് കിടക്കുന്നത്. പിന്നെ യാര, ലാവ, ശാഷ എന്ന് പറയുന്ന സാധനങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ കിടക്കുന്നത് ഈ അടിഭാഗത്തുള്ള ഒറ്റ റോലാണ്. ഇതാണ് പെട്ടെന്ന് ഓർമ്മ വെക്കാനുള്ളൊരു സാധനം. ജി മുതൽ ഇങ്ങോട്ടേക്കുള്ളത് സ്വരാക്ഷരങ്ങൾ, ഇവിടുന്ന് അങ്ങോട്ടേക്കുള്ളത് വ്യഞ്ജനാക്ഷരങ്ങൾ, താഴെ കാണുന്നത് യാര, ലാവ, ശാഷ, സഹ, ള, ഴ, റാല സാധനങ്ങൾ. ഒന്ന് രണ്ടെണ്ണം അങ്ങോട്ടും മാറ്റേണ്ടത് അത് പിന്നീട് പറയാം. എന്തായാലും ഈ ഒരു സാധനം ആദ്യം മനസ്സിലാക്കി വെക്കുക. സ്വരാക്ഷരങ്ങൾ ഇവിടെയാണ്, വ്യഞ്ജനാക്ഷരങ്ങൾ ഇവിടെയാണ്, യാര, ലാവ തുടങ്ങിയ കാര്യങ്ങൾ ഇവിടെയാണ് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കാം. ഇനി പ്രധാനപ്പെട്ട കീ എന്ന് പറയുന്നത് ഡി. ഈ ഡി ആണ് ഏറ്റവും പ്രധാനപ്പെട്ട കീ. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കേണ്ടി വരുന്നത് ഡി എന്ന് പറയുന്ന ഒരു കീ ആണ്. അപ്പോൾ ഡി എന്ന് അമർത്തിയാൽ നമുക്ക് ചന്ദ്രക്കലയാണ് കിട്ടുക. നിങ്ങൾക്ക് നോക്കി കാണാം. ഞാൻ ഒന്നുകൂടി സൂം ചെയ്യാം. ഓക്കെ, ഡി എന്ന് അമർത്തിയാൽ നമുക്ക് ചന്ദ്രക്കല വരുന്നത് കാണാൻ പറ്റും. കണ്ടോ, ഡി എന്ന് അമർത്തിയാൽ ചന്ദ്രക്കലയാണ് വരിക. അപ്പോൾ ഷിഫ്റ്റ് ഡി അമർത്തിയാൽ ആ വരും. അപ്പോൾ ഈ ഡി മുതൽ നമുക്ക് തുടങ്ങാം. ഈ ഡിയിലാണ് ആയും അല്ലെങ്കിൽ ചന്ദ്രക്കലയും ഉള്ളത്. ഡിയുടെ തൊട്ട മുകളിൽ ആ എന്ന് പറയും. ഞാൻ ചിഹ്നം മറ്റു അക്ഷരമാക്കിയിട്ട് കാണിച്ചു തരാം. അതായത് ഡിയിൽ ആ, തൊട്ട മുകളിൽ ആ, ഇവിടെ ഇ ഈ ഉ ഉ കണ്ടോ, ആ ഇ ഈ ഉ ഉ ഒരുമിച്ചാണ് കിടക്കുന്നത്. ഡിയിൽ തുടങ്ങിയാൽ ഡിയുടെ തൊട്ട മുകളിൽ, ഡിയിൽ ആയാണെങ്കിൽ ഡിയുടെ തൊട്ട മുകളിൽ ആ, ഇവിടെ ഈ തൊട്ട മുകളിൽ ഈ, ഇവിടെ ഉ തൊട്ട മുകളിൽ ഉ. ആ ഇ ഈ ഉ ഉ എന്നുള്ളത് ഇവിടെ തന്നെ വന്നു കഴിഞ്ഞു. ഇനി എ ആണെങ്കിൽ ഇവിടെ സെറ്റിലാണ് കിടക്കുന്നത്. എ ഐ കണ്ടോ, ഒക്കെ ഒരു ലെവലിലാണ് കിടക്കുന്നത്. ആ ഇ ഈ ഉ ഉ എ ഐ, ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു സാധനം പോണത്. ആ ഇ ഈ ഉ ഉ എ ഐ. പിന്നെ ഒ എന്ന് പറയുന്നത് ഇവിടെ ഈ മുകളിൽ ഈ പരിസരത്താണ് ഒ വരുന്നത്. ഒ ഔ, ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു. അപ്പോൾ ആ ഇ ഉ എ ഔ വരെയും ഈ ഒരു പരിസരത്ത് കാണാം. പിന്നെ എന്ന് പറയുന്നത് ഇവിടെ എക്സിലാണ് എന്നുള്ള ഈ ചിഹ്നം വരുന്നത്. ആ എന്നുള്ള ചിഹ്നം വരുന്നത് നമ്മൾ അതിൻ്റെ ഇതൊക്കെ എഴുതൂലേ, ദുഃഖം എന്നൊക്കെ എഴുതുമ്പോൾ വരുന്ന ആ സാധനം വരുന്നത് ഇവിടെയാണ്. ഇത് മാത്രമാണ് ഇവിടുന്ന് മാറി അവിടെ കിടക്കുന്നുള്ളൂ. ബാക്കിയൊക്കെ ഇവിടെ തന്നെയാണ് കിടക്കുന്നത്. അപ്പോൾ ആ ഇ ഈ ഉ ഉ എ ഐ ഒ ഔ, ഇത്രയും സാധനങ്ങൾ ഇവിടെ ഉണ്ട്. ഇവിടെയും ഉണ്ട്. അപ്പോൾ സ്വരാക്ഷരങ്ങൾ ഇങ്ങനെയാണ്. ഇനിയിപ്പോൾ അത് ടൈപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ നോക്കുകയാണെങ്കിൽ ഡി എന്ന് അമർത്തിയാൽ ചന്ദ്രക്കല വരും. തൊട്ട മുകളിൽ ഇ അമർത്തി, കീബോർഡിൽ നിങ്ങൾ കീബോർഡിലേക്കൊന്ന് ശ്രദ്ധിക്കുക. കീബോർഡിൽ, അതായത് നിങ്ങളുടെ സ്വന്തം കമ്പ്യൂട്ടറിൻ്റെ കീബോർഡിൽ നോക്കുക. ഡി എന്നുള്ളതാണ് ആ. തൊട്ട മുകളിൽ കിടക്കുന്ന ഇ ആ, എഫ് ഇ, ആർ ഇ, ജി ഉ, ടി ഉ. അപ്പോൾ നമ്മൾ വെറുതെ ഞെക്കിക്കഴിഞ്ഞാൽ ഈ ചിഹ്നങ്ങളാണ് വരിക. ഇനി ഷിഫ്റ്റ് അമർത്തി പിടിച്ചുകൊണ്ട് ഡി ഞെക്കിയാൽ ആന്ന് വരും. ഷിഫ്റ്റ് ഞെക്കിക്കൊണ്ട് ഇ അമർത്തിയാൽ ആന്ന് വരും. ഷിഫ്റ്റ് അമർത്തി എഫ് അമർത്തിയാൽ ഇ എന്ന് വരും. ഷിഫ്റ്റ് അമർത്തി ആർ അമർത്തിയാൽ ഇ എന്ന് വരും. ഷിഫ്റ്റ് അമർത്തി ജി അമർത്തിയാൽ ഊ എന്ന് വരും. ഷിഫ്റ്റ് അമർത്തി ടി അമർത്തിയാൽ ഊ എന്ന് വരും. ഇനി സെഡ് അമർത്തിയാൽ എ, എസ് അമർത്തിയാൽ എ, ഡബ്ല്യു അമർത്തിയാൽ ഐ. അപ്പോൾ അത് ഇങ്ങനെ ഷിഫ്റ്റ് അമർത്തി കഴിഞ്ഞാൽ ഇങ്ങനെ വരും. ഒ എന്ന് പറയുന്നത് മറ്റേ എസ്കേപ്പിന് താഴെയുള്ള ആ ടിൽഡ മാർക്കുള്ള ചിഹ്നമാണ് ഒ എന്ന് പറയുന്നത്. അത് വെറുതെ അമർത്തിയാൽ വെറും ഈ ഒ എന്നുള്ള ചിഹ്നമാണ് വരിക. കണ്ടോ, വെറുതെ അമർത്തിയാൽ ഈ ചിഹ്നമാണ് വരിക. അപ്പോൾ ഷിഫ്റ്റ് അമർത്തിയാൽ ഒ എന്നുള്ള സാധനം വരും. എ അമർത്തിയാൽ ഒ എന്നുള്ള ചിഹ്നം വരും. ഷിഫ്റ്റ് എ അമർത്തിയാൽ ഒ എന്നുള്ളത് വരും. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് ടൈപ്പ് ചെയ്ത്, കാരണം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ അത് മനസ്സിലാവില്ല. നിങ്ങൾ തന്നെ അത് ഒന്ന് ടൈപ്പ് ചെയ്തൊക്കെ. ഇപ്പോൾ പറഞ്ഞാൽ ആ ഈ ഒന്ന്
ടൈപ്പ് ചെയ്ത് നോക്കുക. അപ്പോൾ ഒന്നറിയാൻ പറ്റും. കമ്പ്യൂട്ടറിൽ ഇപ്പോൾ ടൈപ്പിന് ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് purnaweb.smc.org എന്ന വെബ്സൈറ്റിൽ വന്ന് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങളുടെ കീബോർഡ് ഇൻസ്റ്റാൾ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു ഡോക്സോ അല്ലെങ്കിൽ നോട്ട് പാഡോ അങ്ങനെ ഏതെങ്കിലും ഒരു സോഫ്റ്റ്വെയർ തുറന്നിട്ട് ഇവിടെ താഴെ വന്നിട്ട് ഇംഗ്ലീഷ് മാറ്റിയിട്ട് മലയാളം പൂർണ്ണ ആക്കിയിട്ട് ഈ പറയുന്ന പോലെ ഡി ഒന്ന് അമർത്തുക, ഇ അമർത്തുക, FRGT, അതായത് ഈ കാണുന്ന DEFRGT. നിങ്ങൾ ഏത് കീ ആണെന്ന് കാണാപ്പാടം പഠിക്കൊന്നും വേണ്ട, ആ ഒരു പൊസിഷൻ നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. ഡി മുതലാണ് തുടങ്ങുന്നത്. അപ്പോൾ എന്നുള്ള സാധനം ഒന്ന് ഓർത്ത് വെക്കുക. AAIOO ഇത്ര സാധനങ്ങളൊന്ന് കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. എനിക്ക് അതിനകത്ത് ഓ ഫൈൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. ഓ മാത്രം കിട്ടുന്നില്ല. ഓ എന്ന് പറഞ്ഞാൽ മറ്റേ എസ്കേപ്പിന് താഴെയുള്ള ടിൽഡ സിമ്പൽ ഇല്ലേ, അതിലാണ് ഓ. ഈ ചിത്രം കൂടി എടുത്ത് വെച്ച് നോക്കി കഴിഞ്ഞാൽ, ഈ ചിത്രം അല്ലെങ്കിൽ PDF എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. കിട്ടി. ഞാൻ ആ ഒരു റീജിയനിൽ മാത്രം നോക്കുന്നില്ലായിരുന്നു. അത് ഏറ്റവും മുകളിലാണ് ഓ. അതായത് മുബാറക്ക് അവിടേക്കൊക്കെ നമ്മൾ എത്തണുള്ളൂ മുബാറക്ക്. നമ്മൾ ഇപ്പോൾ സ്വരാക്ഷരങ്ങൾ തുടങ്ങിയിട്ടുള്ളൂ. നമ്മൾ വ്യഞ്ജനത്തിലേക്ക് എത്തുമ്പോൾ അവിടേക്ക് എത്തിക്കാം. എല്ലാം പറഞ്ഞുതരും. ശരി, ഞാൻ മലയാളം ടൈപ്പിംഗ് എഴുതാൻ നോക്കിയതാ. അവിടേക്ക് നമ്മൾ എങ്ങനെ സ്വരാക്ഷരങ്ങൾ മൊത്തത്തിൽ കിട്ടുന്നുണ്ട്, കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ സ്വരാക്ഷരങ്ങൾ ഓക്കെ. ശരിക്കും നമ്മൾ അടുത്ത വ്യഞ്ജനാക്ഷരങ്ങളിലേക്ക് കിടക്കാം. അടുത്തത് കാക്ക ഗംഗങ്ങ എന്ന് പറയുന്ന മറ്റു സാധനങ്ങൾ. അപ്പോൾ ഈ ക എന്നുള്ളത് കെയിൽ തന്നെയാണ്. അപ്പോൾ അത് എളുപ്പമാണ്. ക എന്നുള്ളത് ഓർക്കാൻ കെയിൽ തന്നെയാണ് ക കിടക്കുന്നത്. എല്ലാം അതുപോലെയല്ല, പക്ഷേ ക സ്റ്റാർട്ട് ചെയ്യുന്നത് കെയിലാണ്. ഇനി ഇവിടേക്ക് വരികയാണെങ്കിൽ കാക്ക ഗംഗങ്ങ, ചാച്ച ചഞ്ച, ടാറ്റ ടടന, താത്ത തതന, പാപ്പ പപ്പമ്മ, ആ സാധനങ്ങളൊക്കെ ഒരു എന്താ പറയുക, ഒരു ലോജിക്കിൽ തന്നെയാണ് പോകുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ക എന്നുള്ളത് ഇവിടെയാണെങ്കിൽ അതിൽ ഷിഫ്റ്റ് അമർത്തിയാൽ രണ്ടാമത്തെ ഘ എന്നുള്ളത് കിട്ടും. ഇനി അടുത്തത് ഗ തൊട്ട മുകളിൽ തന്നെയാണ്, ഷിഫ്റ്റ് അമർത്തിയാൽ ഗ. അപ്പോൾ ഖ ഖ ഘ. ഞാൻ ഇത് മറ്റേ ഇതിൽ കാണിച്ചിട്ട് കുറച്ചും കൂടി എളുപ്പം. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ക ഖ ഘ ഘ ങ. ഇത് കണ്ടോ, ഇങ്ങനെ ഒരു എൽ ഷേപ്പിലാണ് ഇത് കിടക്കുന്നത്. ഇങ്ങനെ ഒരു എൽ ഷേപ്പിൽ ക ഖ ഘ ഘ ങ. അപ്പോൾ വെറുതെ കെ ഞെക്കിയാൽ ക വരും, ഷിഫ്റ്റ് കെ ഞെക്കിയാൽ ഘ വരും, ഐ ഞെക്കിയാൽ ഘ വരും, ഷിഫ്റ്റ് ഐ ഞെക്കിയാൽ മേഘത്തിലെ ഘ വരും, ഷിഫ്റ്റ് യു ഞെക്കിയാൽ ങ വരും. അപ്പോൾ ക ഖ ഘ ഘ ങ അവിടെ വന്നു. ഇനി ച എന്ന് പറയുന്നത് കുറച്ച് ഇപ്പുറത്ത് മാറിയിട്ട് ഈ സെമി കോളനിലാണ് ച വരുന്നത്. അപ്പോൾ വെറുതെ അമർത്തിയാൽ ച വരും, ഷിഫ്റ്റ് അമർത്തിയാൽ അച്ഛൻ്റെ ച വരും. അടുത്ത ജ വരണമെങ്കിൽ പി അമർത്തുക, ജാൻസിറാണത്ത് ജ വരാൻ വേണ്ടിയിട്ട് ഷിഫ്റ്റ് പി അമർത്തുക. അപ്പോൾ ച ച ജ ജ ഞ ഇങ്ങോട്ട്. അപ്പോൾ ഇത് കാക്കാങ്ങ ഇങ്ങനെ വന്നിട്ട് ലെഫ്റ്റിലേക്കാണെങ്കിൽ ചാച്ച ഇങ്ങനെ വന്നിട്ട് റൈറ്റിലേക്കാണ്. റൈറ്റിലേക്ക് ഈ അറ്റത്ത് ഈ സ്ക്വയർ ബ്രാക്കറ്റിൽ ഷിഫ്റ്റിലാണ് ഞാൻ വരുന്നത്. ഷിഫ്റ്റിലാണെന്ന് പ്രത്യേകം ഓർക്കണം. ഇവിടെ ZWJ എന്ന് പറഞ്ഞൊരു സാധനമാണ്. ആ ZWJ എന്താണെന്ന് കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞുതരാം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു സാധനമാണ് ZWJയും NJയും ഒക്കെ. അപ്പോൾ ക ക ഗ ഗ ങ, ഛ ഛ ജ ഝ ഞ. ഇനി അടുത്ത ടാ ഡട്ടാണ്. ട എന്ന് പറയുന്നത് തൊട്ടപ്പുറത്ത് ചാടപ്പുറത്താണ് ട ട ട ഡ ഢ. അതിൽ ണ മാത്രം താഴേക്കാണ്, ഷിഫ്റ്റ് സിയിലാണ് ണ വരുന്നത്. ഇനി പാപ്പ പമ്പമ്മ വരികയാണെങ്കിൽ പ എച്ചിലാണ്. എച്ച് ഒന്ന് മെൽറ്റി പരത്തിയിട്ടാൽ പായാവുന്ന വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ പ ഫ ഭ ഭ. അതിൽ മായ ഇവിടെ തന്നെ വരും. ഇപ്പോൾ മായും നായും ഇവിടെയാണ് വരുന്നത്. അപ്പോൾ അതിൽ ഇവിടെ 4 വന്നാൽ 5ാമത്തെ മാത്രം ഈ താഴത്തെ ഈ സിയിലേക്കാണ് 2 അതായത് ടാ ട ഡ ഡട നായും ഇങ്ങോട്ടാണ് വരുന്നത്, പ ഫ ബ ബട മായും ഇങ്ങോട്ടാണ് വരുന്നത്. മാ എന്നുള്ളത് ഷിഫ്റ്റ് അടിച്ചാൽ ഷിഫ്റ്റ് അടിക്കാതെ വരുന്നത്, ണ ഷിഫ്റ്റ് അടിച്ച് വരുന്നത്. ഇത്രയാണ് വ്യത്യാസം. ഇനി അതിൽ ബാക്കിയുള്ളത് കാക്കങ്ങായി, ചാച്ചഞ്ഞൻ, ടാട്ടനായി, പാപ്പ പമ്പഞ്ഞ്, താത്ത തതനുണ്ട്. അതിൻ്റെ ഓർഡർ എങ്ങനെയാണ് അവിടെ? ക ച ട തപ്പ എന്നാണല്ലോ. അപ്പോൾ ഓക്കെ. അപ്പോൾ അടുത്തത് ത ധ ധ ധ. നായും ഇതാ ഇങ്ങോട്ടാണ്, കണ്ടല്ലേ? അതായത് ഇവിടെ 5 ടോട്ടൽ ഒരു വരിയിൽ ഉണ്ടാവുക. കാക്ക ഗംഗയിൽ 5 ഉള്ളത്. അപ്പോൾ 5 4 ഇവിടെ തൊട്ട മുകളിലായപ്പോൾ അ ഇ ഉ എന്ന് പറഞ്ഞ പോലെ ക ഖ ഖ ഖ ഈ ഒരൊറ്റ ഇതിൽ തന്നെ ഉണ്ട്. അത് ത ത ധ ധ ഛ ഛ ജ ജ ഠ ഠ ഢ ഡ. ഇതൊക്കെ അതായത് സ്ഥാനത്തിൽ ഷിഫ്റ്റിൽ തൊട്ട മുകളിലുമായിട്ടുണ്ട്. അതിന് 5ാമത്തെ സാധനമാണോ തെറ്റി മാറിക്കിടക്കുന്നത്. അതിൽ ക ക ഗ ഗ ങ കിടക്കുന്നത് ലെഫ്റ്റിലേക്കും, ച ച ജ ജ ഞ കിടക്കുന്നത് റൈറ്റിലേക്കുമാണ്. ഇനി ത ത ദ ദയിൽ ന കിടക്കുന്നത് താഴെ, പ പ പ ഫ ഭ ഭയിൽ മാ കിടക്കുന്നത് താഴെ, ഠ ഠ ഡ ഢ ണ കിടക്കുന്നതും താഴെ. അപ്പം
ചാച്ച ചഞ്ചഞ്ഞയിൽ ഇങ്ങനെ ടാട്ട ഡണ്ട നായും മായും നായും ഇവിടെയാണ്. സി വി എന്ന് പറയുന്ന സ്ഥാനത്താണ്. കൺട്രോൾ സി കൺട്രോൾ എന്നൊക്കെ പറഞ്ഞാൽ മ ന ന എന്നുള്ളത് ഇവിടെയാണ് കിടക്കുന്നതെന്ന് ഓർത്താൽ മതി. അപ്പോൾ ഇതാണ് കാക്ക. ഇനി അടുത്തത് യാരാലാവാശാഷയാണ്. അത് യാ തുടങ്ങുന്നത് ഇവിടെ തന്നെ, യാ ഇവിടെയാണ്. പക്ഷേ രാ തൊട്ട മുകളിലാണ്. കണ്ട ജെ എന്ന് പറഞ്ഞ കീയാണ് രാ വരുന്നത്. രായും റായും ഈ ഒരു കീയിലാണ്. അപ്പോൾ യാ രാ ല വ ശ സ ഷ ഹ പക്ഷെ മുകളിലാണ് വരിക. ളായും ഇവിടെ തന്നെ വരിക. റ എന്ന് പറയുന്നത് ഈ ജയിലാണ് വരിക. അപ്പോൾ യാരാലാവ ശാഷ സഹ ളാറയിൽ രായും റായും ങ്ങായും മാത്രമാണ് മുകളിൽ കിടക്കുന്നത്. ബാക്കി എല്ലാ ആളുകളും ഇവിടെ തന്നെ ഉണ്ട്. അതിൽ തന്നെ നോക്കുകയാണെങ്കിൽ ല എന്ന് പറയുന്നത് എന്നാണ്. ആ ലായിൽ തന്നെയാണ് അതിൻ്റെ കടുപ്പമുള്ള ള കിടക്കുന്നത്. സായിൽ തന്നെ അതിൻ്റെ കടുപ്പമുള്ള ഷ കിടക്കുന്നത്. അതിൻ്റെ തൊട്ടപ്പുറത്താണ് ഷ കിടക്കുന്നത്. പിന്നെ ഇവിടെ ഇല്ലാണ് കിടക്കുന്നത്. പിന്നെ ബീല് പെട്ടെന്ന് ഓർക്കാൻ വേണ്ടിയിട്ട് വാഴ എന്ന് ഓർത്താൽ മതി. ബീല് വായും ഴായും കിടക്കുന്നത് ബീലാണ്. വാ ഴ കിടക്കുന്നത് ബീലാണ്. അപ്പോൾ അത് ഒറ്റയടിക്ക് കേൾക്കുമ്പോൾ ഒരു കൺഫ്യൂഷൻ തോന്നുന്നത് സ്വാഭാവികമാണ്. പക്ഷെ നമ്മൾ അതൊന്ന് ടൈപ്പ് ചെയ്ത് ശീലിച്ചാൽ നമുക്ക് എളുപ്പമായിരിക്കും. അപ്പോൾ ആദ്യം നിങ്ങളൊരു കാര്യം ചെയ്യുക. ഈ കാക്ക ഗംഗങ്ങ താത്ത ദദന്ന ചാച്ച ജജന്ന ഈ സാധനം ഒന്ന് അടിച്ചു വെക്കുക. ഞാനൊന്ന് ഒന്നുകൂടി ഡെമോ കാണിച്ചു തരാം. ഇപ്പോൾ ക എന്ന് പറയുന്നത് കേല സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വെറുതെ കെ എന്നടിച്ചാൽ എനിക്കവിടെ ക വരും. ഷിഫ്റ്റ് കെ എന്നടിച്ചാൽ ഘ വരും. എനിക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഒപ്പം ചെയ്തു പോകാൻ പറ്റുമെങ്കിൽ ചെയ്യാം. ഇനി അടുത്തത് ഐ എന്നടിച്ചാൽ ഗ വരും. ഷിഫ്റ്റ് ഐ എന്നടിച്ചാൽ ഘ വരും. അപ്പോൾ ഖ ഖ ഘ ഘ. ഇനി ങ എന്ന് പറയുന്നത് ഷിഫ്റ്റ് യു ആണ്. അതായി. ഇനി ചാച്ച ചെഞ്ചൻ പറയുമ്പോൾ ച എന്ന് പറയുന്നത് ഈ സെമി കോളനാണ് ച എന്ന് പറയുന്നത്. ഷിഫ്റ്റ് അടിച്ചാൽ അതിൻ്റെ അടുത്ത ച കിട്ടും. തൊട്ട മുകളിൽ പി അടിച്ചാൽ ജ കിട്ടും. ഷിഫ്റ്റ് പി അടിച്ചാൽ ജ കിട്ടും. ഇനി ഞാ എന്ന് പറയുന്നത് സ്ക്വയർ ബ്രാക്കറ്റിൽ ഷിഫ്റ്റ് അടിച്ചാലാണ് കിട്ടുക. ഇനി ട എന്ന് പറയുന്നത് ഏറ്റവും അറ്റത്ത് കിടക്കുന്നതാണ്. ഷിഫ്റ്റ് അടിച്ചാൽ അതിൻ്റെ ട കിട്ടും. തൊട്ട മുകളിലേക്ക് കൈ പോയി കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത ഡ കിട്ടും. ഷിഫ്റ്റ് അടിച്ചാൽ അതിൻ്റെ അപ്പുറത്തെ ഡ കിട്ടും. നാ കിട്ടണമെങ്കിൽ ഷിഫ്റ്റ് സി അടിക്കുക. ഇനി പ എന്നുള്ളത് എച്ച് അടിച്ചാൽ പ കിട്ടും. ഷിഫ്റ്റ് അടിച്ചാൽ ഫ കിട്ടും. തൊട്ട മുകളിൽ വൈ അടിച്ചാൽ ബ കിട്ടും. ഷിഫ്റ്റ് വൈ അടിച്ചാൽ ബ കിട്ടും. മ എന്നുള്ളത് സിയിലാണ് വരുന്നത്. ഇനി ത എന്നുള്ള എൽ അടിച്ചാൽ ത കിട്ടും. ഷിഫ്റ്റ് അടിച്ചാൽ ധ കിട്ടും. തൊട്ട മുകളിൽ പോയാൽ ദ. തൊട്ട മുകളിൽ തന്നെ ഷിഫ്റ്റ് അടിച്ചാൽ ദ. വി അടിച്ചാൽ ന. അപ്പോൾ കാക്കാങ്ങ ചാചാഞ്ഞ ടാട്ടറണ താത്തന പാഫ ബമ്മ. ഇനി യാരാലാവശ എന്നുള്ള യാ എന്നുള്ളത് ഏറ്റവും അറ്റത്തെ യാ. രാ എന്നുള്ളത് ജെ ആണ്. ല എന്ന് വ ള ലാവ ശ സ ഷ ഹ ള ഴ റ. എല്ലാവരും എല്ലാം കിട്ടിയിട്ടുണ്ട്. തപ്പി തപ്പി എടുക്കുന്നു, എന്നാലും എല്ലാം കിട്ടുന്നുണ്ട്. അല്ല, ആദ്യം ഒരു തപ്പലുണ്ടാവും. അത് ഒറ്റയടിക്കുന്നത്. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് പഠിക്കാനുള്ള ഏറ്റവും എളുപ്പവഴി ഞാൻ പറഞ്ഞുതരാം. ഇത് ഇപ്പം ഞാൻ പറഞ്ഞു തരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അക്ഷരങ്ങൾ എവിടെയാണ് കിടക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു ലോജിക്ക്. എല്ലാത്തിനും കൃത്യമായ ലോജിക്കൊന്നുമില്ല. പക്ഷേ കൂടുതലും അടുത്തടുത്താണ് കിടക്കുന്നത്. ചിലത് മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സ്ഥാനം മാറി കിടക്കുന്നുണ്ട്. വെച്ചാൽ ആ ഒരു ലോജിക്കാണ് പറഞ്ഞാൽ ശ്രമിക്കുന്നത്. പിന്നീട് നമ്മൾ ടൈപ്പ് ചെയ്യാൻ പോകുമ്പോൾ നമുക്ക് അക്ഷരങ്ങൾ എവിടെയാണെന്നുള്ളത് തപ്പൽ വരും. പക്ഷേ അതിനുള്ള ഏറ്റവും എളുപ്പവഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പേജ്, ഒരു പുസ്തകമോ എന്തെങ്കിലും ഒരു പേജ് നമ്മുടെ മുമ്പിൽ വെക്കുക. ആ ഒരു പേജ് ടൈപ്പ് ചെയ്യുക. അതിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ആ പേജ് ഫുൾ ടൈപ്പ് ചെയ്ത് കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് അക്ഷരങ്ങൾ എവിടെയാണെന്നുള്ളതിൻ്റെ ധാരണ ക്ലിയർ ആവും. പിന്നീട് ഇത് ടൈപ്പ് ചെയ്യുമ്പോൾ സ്പീഡ് കൂടി വന്നോളും. നമുക്ക് ദീർഘങ്ങൾ എങ്ങനെ ഇടാം? ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ക എന്ന് എനിക്ക് എഴുതാം. എനിക്ക് ക എന്ന് എഴുതണമെങ്കിൽ ക ഇട്ടിട്ട് എന്ത് ചെയ്യണം? ഈ ദീർഘമുള്ള കീ ഒന്നമർത്തുക. അത് ഈ എന്നുള്ളത് ഒരു വട്ടം അമർത്തുക. അപ്പോൾ ക എന്നുള്ളത് വരും. അതുപോലെ ക അമർത്തിയിട്ട് എ എന്നുള്ള എസ് അമർത്തിയാൽ കെ വരും. ക അമർത്തിയിട്ട് ഒ എന്നുള്ള ഈ കീ അമർത്തിയാൽ കോ വരും. ഇനി ക അമർത്തിയിട്ട് ഒ എന്നുള്ള സാധനം അമർത്തിയാൽ കോ എന്ന് വരും. ഇനി ക എന്ന് അമർത്തിയിട്ട് ക്യൂ അമർത്തിയാൽ കൗ. ഇപ്പോൾ തന്നെ സൗകര്യം എന്നൊക്കെ എഴുതുമ്പോൾ നമ്മൾ എഴുതുന്ന സൗ എന്നുള്ള സാധനം വരും. അപ്പോൾ ഇങ്ങനെ ദീർഘം ഇടണമെങ്കിൽ ഒന്നുമില്ല, നമ്മുടെ എന്താണോ അതായിരിക്കും. ഇപ്പോൾ വെറുതെ ഒരു അക്ഷരം ഇട്ടിട്ട് ചന്ദ്രക്കല ഡി മാത്രം അമർത്തിയാൽ ക് എന്ന് വരും. ഇപ്പോൾ എനിക്ക് എന്നൊക്കെ എഴുതില്ല. അപ്പോൾ ഇ എന്നുള്ള അവസാനിക്കുന്ന ഈ വരണമെങ്കിൽ ചന്ദ്രക്കല ഉണ്ടെങ്കിൽ ഡി ഇട്ടാൽ മതി. അതുപോലെ ദീർഘവും വള്ളിയും പുള്ളിയൊക്കെ ഇടണമെങ്കിൽ ഇപ്പോൾ ഈ എന്ന് എഴുതണം. കീ എന്ന് എഴുതുന്നത് ക എന്ന് എഴുതുക. ഇ എന്നുള്ളതിൻ്റെ എഫ് ആണ് ഒന്നമർത്തുക, കീ. പക്ഷെ നമ്മൾ ഷിഫ്റ്റ് അമർത്തിയാൽ ഇങ്ങനെ ഈ എന്നായിട്ട് വരും. അപ്പോൾ വെറും ചിഹ്നം കിട്ടാൻ വേണ്ടിയിട്ട് ഒരക്ഷരം അമർത്തുക, അതിന് ചിഹ്നം ഇട്ട് കൊടുത്താൽ ആ ചിഹ്നം വരും. ഇനി അടുത്തത് കൂട്ടക്ഷരങ്ങൾ ഉണ്ടാക്കുകയാണ്. കൂട്ടക്ഷരം എന്ന് പറഞ്ഞാൽ ക, പ, ച,
ട എന്നൊക്കെ പറയുന്ന സാധനം 2 അക്ഷരങ്ങൾ കൂട്ടിപ്പിടിക്കുന്നതിന് വേണ്ടിയിട്ട് അത് ഞാൻ പറഞ്ഞ പോലെ ഡി ആണ് പ്രധാനപ്പെട്ട കീ. 2 അക്ഷരങ്ങളെ കൂട്ടിച്ചേർക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കീ ആണ് ഡി അല്ലെങ്കിൽ എന്ന ചന്ദ്രക്കല. അപ്പം ക എന്ന് എഴുതിയിട്ട് ഒരു ചന്ദ്രക്കല ഇട്ടതിന് ശേഷം വീണ്ടും ക എന്ന് എഴുതിയാൽ ഇക്കായാവും. താ എന്ന് എഴുതിയിട്ട് ചന്ദ്രക്കല ഇട്ട് താ ഇത്തായാവും. പാ ഇട്ടൊരു ചന്ദ്രക്കല ഇട്ട് ഇപ്പായാവും. മാ ഇട്ടൊരു ചന്ദ്രക്കല ഇട്ട് അമ്മായാവും. നാ ഇട്ടൊരു ചന്ദ്രക്കല ഇന്നായാവും. ലാ ഇട്ട് ചന്ദ്രക്കല ഇട്ട് ലാട്ട എല്ലായാവും. ള ഇട്ട് ചന്ദ്രക്കല ഇട്ട് വീണ്ടും ലാട്ട എള്ളായാവും. അതുപോലെ കൂട്ടക്ഷരങ്ങൾ ഇപ്പോൾ പട്ടാമ്പിയിൽ ട ചന്ദ്രക്കല ടായാവും. ഇങ്ങനെ ആണ് കൂട്ടക്ഷരങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അതായത് ഒരക്ഷരം 2 വരെയാണ്, വെറുതെ 2 അടിച്ചിട്ട് കാര്യമില്ല. 2ൻ്റെ ഇടയിൽ എന്ത് വേണം, ഒരു ചന്ദ്രക്കലയും കൂടി ഇട്ട് കൊടുത്താൽ സാധനം സെറ്റാണ്. ഇപ്പോൾ കാന്ന് അടിച്ചിട്ട് നടുവ് പോയിട്ട് ചന്ദ്രക്കല ഇട്ട് കൊടുത്താലും മതി. അല്ലെങ്കിൽ ചന്ദ്രക്കല നിടുക. ത ചന്ദ്രക്കല ത, പ ചന്ദ്രക്കല പ, ല ചന്ദ്രക്കല ല, വ ചന്ദ്രക്കല വ, വവ്വാൽ എന്നൊക്കെ എഴുതണമെങ്കിൽ. അതുപോലെ ഇത് യ, ഇപ്പോൾ മല്ലയ്യലത്തെ യ എഴുതണമെങ്കിൽ യ ചന്ദ്രക്കല യ. പിന്നെ ഏതാ കൂട്ടക്ഷരം സ ചന്ദ്രക്കല സ എന്നിട്ട് സ എന്നുള്ള സാധനം വരും. ഇനി അടുത്തത് ഇതേ ലോജിക്കിലാണ് നമ്മൾ മറ്റ് കൂട്ടക്ഷരങ്ങൾ ഉണ്ടാക്കുന്നത്. മറ്റ് കൂട്ടക്ഷരങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദാഹരണത്തിന് ഇങ്ക, ഉമ്പ, ഉണ്ട, പിന്നെ വേറെ അക്ഷരങ്ങൾ ക്ഷ, പിന്നെ ത്ര, ത്യ, പിന്നെ ത്യ പോലെ ത്രായും ത്യായും. ഓക്കെ, ആദ്യം ത്രായും തായും തന്നെ തുടങ്ങാം. അപ്പോൾ നമ്മൾ ആയും എയും ഓയും ഒക്കെ നമ്മൾ പഠിച്ചു, തൃ വരെ പഠിച്ചു. പക്ഷേ ത്യാഗം എന്ന് എഴുതണമെങ്കിൽ നമ്മളെങ്ങനെ ഈ യ ചേർക്കും. അപ്പോൾ അതിന് നമ്മൾ ഒരു സാധനം പ്രൊണൗൺസ് ചെയ്ത് നോക്കുക. പ്രൊണൗൺസ് ചെയ്യുമ്പോൾ ഏത് അക്ഷരമാണ് നമ്മൾ പ്രൊണൗൺസ് ചെയ്യുന്നത് എന്നുള്ളത് ആലോചിക്കുക. അതിനെ ചന്ദ്രക്കലയിട്ട് കൂട്ടിച്ചേർക്കുക. ഇത്രയേ ഉള്ളൂ. ചന്ദ്രക്കലയാണ് എല്ലാത്തിൻ്റെ ഇടയിലും വരേണ്ടത്. ചന്ദ്രക്കല ആവശ്യമില്ലാത്ത ഒരേ സാധനം എന്ന് പറഞ്ഞാൽ ആ ഈ ഉ ഈ സാധനങ്ങൾക്ക് ചന്ദ്രക്കല ഇടണ്ടാത്ത കാര്യമുള്ളൂ. ബാക്കി എല്ലാത്തിനൊക്കെ ചന്ദ്രക്കല വേണം. അപ്പോൾ ത്യ എന്ന് പറയുമ്പോൾ തായും പിന്നെ യ എന്നാണ് നമ്മൾ പറയുന്നത്. ത്യ എന്ന് പറയുമ്പോൾ ത യ ആണ് വരുന്നത്. അപ്പോൾ ത ചന്ദ്രക്കല യ ഇട്ടാൽ നമുക്ക് ത്യ എന്ന് വരും. ഇനി പത്രം എന്നൊക്കെ എഴുതുമ്പോൾ ത ചന്ദ്രക്കല നമ്മൾ റായാണെന്ന് വിചാരിക്കും, പക്ഷെ റായല്ല, രായാണ്. ത്ര എന്നാക്കണം. ത ചന്ദ്രക്കല ര ഇട്ടാൽ പത്രം എന്നുള്ളത് രാ വരും. അപ്പോൾ ത്ര എന്നാക്കണമെങ്കിൽ ത ചന്ദ്രക്കല ര, ക്ര എന്നാക്കണമെങ്കിൽ ക ചന്ദ്രക്കല ര, വ ചന്ദ്രക്കല ര വ്ര. പിന്നെ ഇങ്ങനെ ഏതക്ഷരം വേണമെങ്കിലും നമുക്ക് ചന്ദ്രക്കല ര ഇട്ടാൽ മതി. ചന്ദ്രക്കല ര ഇട്ടാൽ ത്ര പ്ര ക്ര എന്നുള്ള മാക്രി എന്നൊക്കെ എഴുതണമെങ്കിൽ നമുക്ക് അങ്ങനെയാണ് ചന്ദ്രക്കല. ഇനി യ മാത്യു എഴുതണമെങ്കിൽ ത ചന്ദ്രക്കല യ. അവിടെ ത്യ എന്ന് പറയുമ്പോൾ യ എന്നുള്ള അക്ഷരമാണ് വരുന്നത്. ത്ര എന്ന് പറയുമ്പോൾ ര എന്നുള്ളൊരു സാധനമാണ് അക്ഷരമാണ് വരുന്നത്. അപ്പോൾ അത് ഒന്ന് ആലോചിച്ചാൽ മതി. അതിനെ തമ്മിൽ ചന്ദ്രക്കല ഇട്ട് കൂട്ടിച്ചേർക്കുക, അത്രേ ഉള്ളൂ. ത്ര എന്ന് എഴുതണമെങ്കിൽ ത ചന്ദ്രക്കല ര, പ ചന്ദ്രക്കല ര, ക ചന്ദ്രക്കല ര, ല ചന്ദ്രക്കല ര. അങ്ങനെ സംഭവമില്ല. ഇനി ക്ലാവ് അല്ലെങ്കിൽ പ്ലാവ് എന്നൊക്കെ എഴുതണമെങ്കിൽ ആ പ്ല വരണമെങ്കിൽ പ ചന്ദ്രക്കല ളയല്ല ല. അതായത് പ ചന്ദ്രക്കല ല എന്നിട്ടാൽ പ്ല വരും. മറ്റേ കൂട്ടക്ഷരങ്ങളിൽ അതായത് ഇപ്പോൾ ഇങ്ക, ഉമ്പ, ഉണ്ട, പിന്നെ അങ്ങനെയുള്ള കുറേ സാധനങ്ങളുണ്ടല്ലോ. ക്ഷ, പിന്നെ അങ്ങനത്തെ ഏതൊക്കെ അക്ഷരങ്ങളുണ്ട്. ഇങ്ങനത്തെ കുറേ കൂട്ടക്ഷരങ്ങളുണ്ട്. അപ്പോൾ ഈ കൂട്ടക്ഷരങ്ങൾ ഉണ്ടാക്കുക എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ ഇതിന് വേറെ കീ ഒന്നും പഠിക്കേണ്ട, നിലവിലുള്ള കീകളെ തമ്മിൽ കമ്പൈൻ ചെയ്തിട്ടാണ് ഈ കീ ഇത് ഉണ്ടാക്കുന്നത്. അത് നമുക്ക് ആദ്യം ഒരേ ഒരു റിക്വയർമെൻ്റ് ഉള്ളൂ. മലയാളത്തിൽ ഒരു അക്ഷരം ഉണ്ടാവുന്നത് ഏതൊക്കെ അക്ഷരങ്ങൾ ചേർന്നാണ് എന്ന് അറിയണം. അപ്പോൾ നമ്മൾ പ്രൊണൗൺസ് ചെയ്യുമ്പോൾ ഇങ്ക എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഇങ്ക ഉണ്ടാവുന്നത്? ങ്ങായും ചന്ദ്രക്കല ക, ഇങ്ക. ങ്ങായും കായും ചേരുമ്പോഴാണ് ഇങ്ക ഉണ്ടാവുന്നത്. ഇനി ഇമ്പ ഉണ്ടാവുന്നതോ? ഇമ്പ എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം പ്രൊണൗൺസ് ചെയ്യുന്നത് മ എന്നുള്ള ലെറ്ററാണ്, പിന്നെ ചന്ദ്രക്കല, പിന്നെ പ. ഇത് രണ്ടും മുഴുവൻ ഇമ്പ വരുന്നത്. അപ്പോൾ ഞാനിതിനിടയിലുള്ള സ്പേസ് കളയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇമ്പ എന്ന് വരുന്നത് കാണാം. ഇനി ഉണ്ട എന്ന് പറയുമ്പോൾ ആദ്യം ണായാണ് വരുന്നത്, പിന്നെ ചന്ദ്രക്കല, പിന്നെ ഡ, ഉണ്ട. ഇക്ഷയാണെങ്കിൽ ക ചന്ദ്രക്കല ഷ, ക്ഷ. ഇങ്ങനെയാണ് ഇക്ഷ, ഇങ്ക, ഉമ്പ, ഉണ്ട തുടങ്ങിയ സാധനങ്ങൾ. ഏത് കൂട്ടക്ഷരങ്ങൾ എഴുതണമെങ്കിലും
ഇങ്ങനെ രണ്ട് അക്ഷരത്തിൻ്റെ ഇടയിൽ ഒരു ചന്ദ്രക്കല ഇട്ട് കൊടുത്താൽ രണ്ടും കൂടി കൂട്ടിപ്പിടിച്ച് പുതിയ അക്ഷരമായി വന്നോളും. ഇപ്പം ഉണ്ടാന്നല്ലെങ്കിൽ ണ ചന്ദ്രക്കല ഢ ഢ എന്നടിച്ചാൽ ഉണ്ട വരും. ഇടങ്ങേറാണല്ലോ. അക്ഷരങ്ങൾ പഠിക്കണം, അറിയണം. പക്ഷെ പഠിച്ചാൽ കണ്ട ഇങ്ങനെ ടൈപ്പ് ചെയ്യാം. ഈ ഷിഫ്റ്റ് ആക്കാതെ അത് പറ്റൂല, ചെയ്യേണ്ട പരിപാടി ഒന്നും ഇല്ലല്ലേ? അത് പറ്റൂല. ഷിഫ്റ്റിന്മേണ് കളി. ഇനി ഇൻഡ, ഇതാണ് പ്രധാനപ്പെട്ട ഒരു സാധനം. ഇൻഡ പലപ്പോഴും പല ഫോണ്ടുകളിലും പലപ്പോഴും, പ്രത്യേകിച്ച് വിൻഡോസിൽ ഇൻഡ ശരിക്കുള്ള ഇൻഡ എഴുതിയ വിൻഡോസിലെ ഡിഫോൾട്ട് ഫോണ്ടിൽ അത് കാണില്ല. അങ്ങനത്തെ പ്രശ്നമുണ്ട്. ഇൻഡ എഴുതണമെങ്കിൽ സിമ്പിളായിട്ട് പറയും ന ചന്ദ്രക്കല റ. ഇതാണ് ഇൻഡയുടെ ബേസിക് രൂപം. അത് പക്ഷേ ഇൻ ചന്ദ്രക്കല റ ഇങ്ങനെ രണ്ട് രീതിയിൽ എഴുതാറുണ്ട്. ന ചന്ദ്രക്കല റ. പക്ഷേ വിൻഡോസ് ഉപയോഗിക്കുന്നവർക്ക് വിൻഡോസിലെ ഡിഫോൾട്ട് ഫോണ്ടായിട്ടുള്ള മീരല്ല എന്താ പേര്, നിർമ്മല UI-ലൊന്നും അത് മര്യാദയ്ക്ക് കാണാൻ പറ്റില്ല. അതുകൊണ്ട് നോക്കണ്ട, നിങ്ങൾ വേറെ ഗൂഗിളിൻ്റെ വേറെ വല്ല ഫോണ്ടുകളൊക്കെ ഇടുകയാണെങ്കിൽ അത് മര്യാദയ്ക്ക് കണ്ടോളും. അതുകൊണ്ട് ഇങ്ങനെ എഴുതുന്നതിൽ കുഴപ്പമില്ല. ഇങ്ങനെയാണ് എഴുതേണ്ടത് ശരിക്ക്. വേറെ രീതിയിലും കൂടി എഴുതാം, പക്ഷെ അത് ചിലപ്പോൾ മാക്കിൽ വർക്ക് ചെയ്യില്ല, വേറെ പല ഫോണ്ടുകളിൽ വർക്ക് ചെയ്യില്ല, അങ്ങനെ കുറേ പ്രശ്നങ്ങൾ വരും. അപ്പോൾ അതുകൊണ്ട് ഇതാണ് ഒരു വിൻഡോസിന് നമ്മൾ പോട്ടെ നോക്കുക, വേറെ ഫോണ്ട് വിൻഡോസിൽ ഉപയോഗിക്കുക എന്നുള്ളതാണ് അതിനുള്ള മറുപടി. അപ്പോൾ ഇൻഡ എന്ന് എഴുതണമെങ്കിൽ ന ചന്ദ്രക്കല ഷിഫ്റ്റ് ജെ, ന ചന്ദ്രക്കല ഷിഫ്റ്റ് ജെ, അതായത് റ ഇൻഡ, അങ്ങനെയാണ് ഇൻഡ എന്ന് എഴുതുന്നത്. കുക്കുരു കുറുക്കനൊക്കെ എഴുതിയിട്ടുണ്ട് അവിടെ. ഓക്കെ, മുഖ്യമന്ത്രി വരെ അവിടെ എഴുതി കഴിഞ്ഞു. ഓക്കെ, ഗുഡ്. ഒറ്റപ്ലാമൂട്ടിൽ ശോശ ഇൻഡ അവിടെ തെറ്റിയിട്ടുണ്ട്. അപ്പോൾ മുബാറക്കിൽ ഇൻഡയാണ് അപ്പോൾ മനസ്സിലാവായിരുന്നുള്ളൂ. ഇൻഡ ഇപ്പോൾ ശരിയായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ചില്ലക്ഷരങ്ങൾ എന്ന് പറയുന്നത് രണ്ട് രീതിയിൽ നമുക്ക് ചില്ലക്ഷരങ്ങൾ ടൈപ്പ് ചെയ്യാം. അതിന് ഇവിടെ ZWJ എന്ന് കണ്ടോ, ZWJ, ഇത് ഉപയോഗിച്ച് നമുക്ക് ചില്ലക്ഷരങ്ങൾ ടൈപ്പ് ചെയ്യാം. പക്ഷേ നോട്ട് റെക്കമെൻഡഡ്, കാരണം അതും പല സോഫ്റ്റ്വെയറുകളിൽ പല പ്രശ്നങ്ങളും ഉണ്ടാക്കാം. ഇങ്ങനെ എഴുതുന്നത് അങ്ങനെയും എഴുതാം, അങ്ങനെ എഴുതിയാലും കാണും. പക്ഷേ എല്ലാ സോഫ്റ്റ്വെയറിലും അത് കണ്ടോളണമെന്നില്ല. പ്രത്യേകിച്ച് മൊബൈലിൽ VLC പ്ലെയറിലൊക്കെ നമ്മൾ സബ്ബിട്ട് കാണുമ്പോൾ പലപ്പോഴും നമ്മൾ ചില്ലക്ഷരത്തിന് പകരം ന് ല് എന്ന് പറഞ്ഞ് കാണുന്നത് ഇത് കാരണമാണ്. അതുകൊണ്ട് നോട്ട് റെക്കമെൻഡഡ് അറ്റ് ഓൾ. പക്ഷേ ഇങ്ങനെ എഴുതാം എന്ന് വേണമെങ്കിൽ ഒന്ന് കാണിക്കുകയാണ്. ഉദാഹരണത്തിന് നാന്ന് എഴുതിയിട്ട് ചന്ദ്രക്കല ഇട്ടിട്ട് ഈ 0 വിഡ്ത്ത് ജോയിനർ ഒന്ന് ഞെക്കിയാൽ അത് ഇന്നായിട്ട് മാറും. ല എന്ന് എഴുതിയിട്ട് ചന്ദ്രക്കല ഇട്ടിട്ട് 0 വിഡ്ത്ത് ജോയിനർ എഴുതിയാൽ ഇല്ലായിട്ട് മാറും. അപ്പോൾ ള എന്ന് എഴുതിയിട്ട് ചന്ദ്രക്കല ഇട്ടിട്ട് ള എന്ന് എഴുതിയിട്ട് ചന്ദ്രക്കല ഇട്ടിട്ട് 0 വിഡ്ത്ത് ജോയിനർ ഇട്ടാൽ ഇള്ളായിട്ട് മാറും. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ ഒന്ന് ബാക്ക് അടിച്ചാൽ അത് ഇവിടെ ഒന്ന് ബാക്ക് അടിക്കുമ്പോൾ അത് ളെന്നായിട്ട് തന്നെ മാറും. ഇവിടെ ഒന്ന് ബാക്ക് അടിക്കുമ്പോൾ അത് ലെന്നായിട്ട് തന്നെ മാറും. ഒന്ന് ബാക്ക് അടിക്കുന്നത് നെന്നായിട്ട് തന്നെ മാറും. അതായത് ഇത് 3 യൂണിക്കോഡ് നായും ചന്ദ്രക്കലയും 0 വിഡ്ത്ത് ജോയിനർ എന്ന് പറയുന്ന ഒരു ഇൻവിസിബിൾ ക്യാരക്ടറും കൂടി ചേരുമ്പോഴാണ് ഈ അക്ഷരം ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഇൻവിസിബിൾ ക്യാരക്ടറുകൾ മര്യാദക്ക് കാണിക്കാത്ത പിടിക്കാത്ത പല സോഫ്റ്റ്വെയറുകളിലും നമ്മൾ ഇൻ എന്ന് എഴുതിയാലും അത് നമ്മൾ ചന്ദ്രക്കല ഇട്ടിട്ട് ഇൻ എന്ന് എഴുതിയാലും അതൊരു പക്ഷേ നമുക്ക് ഇങ്ങനെ മാത്രമേ പലപ്പോഴും കാണുള്ളൂ. VLC മൊബൈലിലൊക്കെ എപ്പോഴും കാണുന്നൊരു പ്രശ്നമാണ്. പല ഇതിലും നമ്മൾ ല് എന്നൊക്കെ പറഞ്ഞ് കാണാറുണ്ട്. അപ്പോൾ നമ്മൾ എംസോൺ ടൂൾസ് ബോട്ടിനകത്ത് ഇതൊക്കെ ഡിഫോൾട്ടായിട്ട് നമ്മൾ തിരുത്തുന്നുണ്ട്, പഴയ പോലെ ആക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ശരിക്ക് നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടത് ചെയ്യാമെന്ന് പറഞ്ഞുതരാം. അത് ന എന്ന് പറയുന്നതിൻ്റെ ചില്ല് നായിൽ തന്നെ ഷിഫ്റ്റ് V എന്നടിച്ചാൽ ഇന്ന് കിട്ടും. ഷിഫ്റ്റ് V എന്ന് പറഞ്ഞാൽ ഇന്ന് കിട്ടും. അതുപോലെ ഇല്ലെന്ന് പറയുന്നത് ഷിഫ്റ്റ് ഡോട്ട്, ഇപ്പോഴത്തെ ഷിഫ്റ്റ് ഡോട്ടിലാണ് ഇല്ല് കിടക്കുന്നത്. അവൻ ഇള്ളെന്ന് പറയുന്നത് 8 നമ്മളൊന്ന് 8-ന് വള്ളിയിട്ട് കൊടുത്താൽ ഇള്ള് പോലെ ആവുമെന്ന് ഓർത്താൽ മതി. ഷിഫ്റ്റ് 8-ൽ ഇള്ള് വരും. പിന്നെ നാട തൊട്ടപ്പുറത്ത് ഷിഫ്റ്റ് Xലാണ് ഇണ്ണ് വരുന്നത്. എന്ന് പറയുന്നത് ഇവിടെ മുകളിൽ ഈ 0 വിഡ്ത്ത് നോൺ ജോയിനറിൻ്റെ ഷിഫ്റ്റിലാണ് അപ്പോൾ ഇങ്ങനെയാണ് ഇന്ന് ഇറും. ഇന്ദ്ര എങ്ങനെ വരിക, ഇന്ദ്ര എന്നുള്ള അക്ഷരങ്ങൾ വരുന്നത് ന ചന്ദ്രക്കല ത എന്ന് പറയുമ്പോൾ ഇന്ത വരും. ഇനി ഇന്ത്യനൊക്കെ ഇന്ദ്ര എന്നാക്കണമെങ്കിൽ വീണ്ടും ഒരു ചന്ദ്രക്കലയും രായും കൊടുത്താൽ ഇന്ദ്രയാവും, പിന്നെ ഒരു വള്ളി കൊടുത്താൽ ഇന്ദ്രയാവും. അപ്പോൾ ഈ ഇന്ദ്ര എന്ന് പറയുന്നത് ന ചന്ദ്രക്കല ത ചന്ദ്രക്കല ര ചന്ദ്രക്കല ഇങ്ങനെയാണ് ഇന്ദ്ര വരുന്നത്. അഷ്ടദ്രവ്യം ഒന്ന് എഴുതി നോക്കിയേ. ഏതാ അഷ്ടദ്രവ്യം? ഈ ട തന്നെയാണോ?
ആ അത് തന്നെ അത് തന്നെ. ഇങ്ങനെയല്ലല്ലോ. ആ ഷ ഠ എന്ന് പറയുന്നത് ഡ, ചന്ദ്രക്കലട്ട് ഡ ഇടുക. ദ ഇട്ടിട്ട് ചന്ദ്രക്കലട്ട് രാട്ട ദ്ര എന്നാവും. വാ ഇട്ടിട്ട് ചന്ദ്രക്കലട്ട് യാട്ട വ്യാ എന്നാവും. അമ്മിട്ടൻ ദ്രവ്യം. ആ വേറെ വാക്കുണ്ടല്ലോ, എടാ കഠിന കടോരമി അണ്ടകടാഹം എഴുതിയൊക്കെ. ആ കണ്ടാ, ഇതിൽ ഉണ്ടാന്ന് പറയുമ്പോൾ ണ ചന്ദ്രക്കല, പിന്നെ ഈ കാണുന്ന ഡ ഉണ്ടോ. ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്ത് കാണിച്ചത്, അതാകുമ്പോൾ കുറച്ചും കൂടി എളുപ്പം മനസ്സിലാവും. ആദ്യം നമ്മൾ ണ അടിക്കുക, ചന്ദ്രകല അടിക്കുക, ഡ അടിച്ചാൽ ഉണ്ട. അത്രേ ഉള്ളൂ. ഇതൊന്നും അടിച്ചു എല്ലാവരും. സ്വാതന്ത്ര്യം എന്നൊന്നും അടിച്ചേ. സ്വാതന്ത്ര്യം എന്നടിച്ച്. സജഷൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഉദ്ദേശിച്ച സാധനം കൃത്യമായിട്ട് ടൈപ്പ് ചെയ്യാൻ പറ്റും. അങ്ങനെ കുറേ മെച്ചങ്ങളുണ്ട്. ഇങ്ങനെ ഡിക്ഷണറിയിൽ ഇല്ലാത്ത സാധനമൊക്കെ നമുക്ക് ഉദ്ദേശിച്ച രീതിയിൽ എഴുതിയെടുക്കാൻ എളുപ്പമാണ്. ഗ്രൂപ്പിലെല്ലാം ഫോട്ടോയും വന്നിട്ടുണ്ടോ? അവനവൻ കുരുക്കുന്ന കുരുക്ക് കിട്ടുന്നുണ്ട്. ആ ഒരു പ്രാക്ടീസ് കുറെ ഫീൽ ചെയ്യുന്നുണ്ട്. ആ അതുണ്ടാവും. അത് പിന്നെ ഞാൻ പറഞ്ഞില്ല, ഒരു പേജ് തുറന്നു വെച്ചിട്ട് അങ്ങ് ടൈപ്പ് ചെയ്താൽ ആ ഒരു കീകളുടെ പൊസിഷൻ നമുക്ക് കാണാപ്പാടാൻ മനസ്സിലാവില്ല. പക്ഷേ ഒരു പേജ് നമ്മൾ ടൈപ്പ് ചെയ്ത് പോകുമ്പോൾ നമുക്ക് ആ നേരത്തെ പറഞ്ഞ ഇന്ന അക്ഷരങ്ങൾ എന്താണെന്നുള്ള ആ ഒരു ഐഡിയയും കൂടി ഓർത്ത് വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് ആ അക്ഷരങ്ങളിലേക്ക് നമ്മുടെ കൈ പൊക്കോളും. അതൊന്ന് ടൈപ്പ് ചെയ്ത് ശീലമായി കഴിഞ്ഞാൽ പിന്നെ കാണാപ്പാടം നമ്മുടെ കൈ അങ്ങോട്ട് പൊക്കോളും. ഞാനിപ്പോൾ പലപ്പോഴും എൻ്റെ മനസ്സിൽ കിടക്കുന്നത് എച്ചിൽ പായാണ്, അങ്ങനെയൊന്നുമല്ല എൻ്റെ മനസ്സിൽ കിടക്കുന്നത്. ഇന്ന പൊസിഷനിൽ ഇന്നതാണെന്നുള്ളൊരു സാധനമാണ് എൻ്റെ മസിൽ മെമ്മറിയിലുള്ളത്. അവിടെ ഞാൻ പെട്ടെന്ന് ഇന്ന അക്ഷരത്തിൽ ഇന്നതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല, പക്ഷേ കൈ അങ്ങോട്ട് പോകും. ബേസിക്. ഇനി ഒരു കാര്യം, അടുത്തത് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത് ZWJ ഈ രണ്ട് സാധനങ്ങളെക്കുറിച്ചാണ്. ഈ രണ്ട് സാധനങ്ങൾ നമുക്ക്, ഇത് ഞാൻ പറഞ്ഞില്ലേ നാ ചന്ദ്രക്കല ഇട്ടിട്ട് ഇതടിച്ചാൽ ഇന്ന് വരും, പക്ഷേ ഇത് ഉപയോഗിക്കരുത്. അറിയില്ല, ചുവന്ന ബട്ടൺ ഉണ്ട്, അത് അമർത്തരുത് പറഞ്ഞ പോലെയാണ്. അത് ഉപയോഗിക്കാതിരിക്കുകയാണ് ഏറ്റവും നല്ലത്. പക്ഷേ ഈ സാധനം നമുക്ക് ഉപകാരപ്പെടും. ZWNJ എന്ന് പറയുന്ന സാധനം ഇത് ഉപകാരപ്പെടുന്ന എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും പല വാക്കുകളും തമ്മിൽ, ഇപ്പോൾ സലാ എന്ന് അടിച്ചാൽ ഇങ്ങനെ വരും. അപ്പോൾ നമ്മൾ മുസ്ലിം എന്ന് എഴുതുകയാണെങ്കിൽ മുസ്ലിം എന്ന് വരും. പക്ഷെ നമ്മൾ എഴുതി കണ്ടിട്ടുള്ളത് പലപ്പോഴും മുസ്ലിം ഇങ്ങനെ ആയിരിക്കും. അതുപോലെ അപ്ലോഡ്, നമ്മൾ പാ ചന്ദ്രക്കല ല എന്നടിച്ചാൽ പ്ല എന്നായി മാറും, അപ്ലോഡ് എന്നാവും. നമുക്ക് വേണ്ടത് അപ്ലോഡ് എന്നാണ്, ഇങ്ങനെ വേണം. അപ്പോൾ ഇങ്ങനെ രണ്ടെണ്ണം കൂടിച്ചേരുമ്പോൾ അതിനെ വിട്ടു നിർത്താൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ZWNJ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ. ഇപ്പോൾ സബ്ബുകളിലൊക്കെ കണ്ടിട്ടില്ല. ഇപ്പോൾ ഹബീബിൻ്റെ ഏതൊരു സബ്ബിലാണ് ഞാൻ സബ്വേ, നമ്മൾ സബ് വേ എന്ന് എഴുതുമ്പോൾ ഇങ്ങനെ വരും, സബ് വേ എന്നായി പോകും. പക്ഷെ നമുക്ക് എന്ത് വേണം, സബ് വേ എന്നിങ്ങനെ വിട്ടു നിൽക്കണം. അപ്പം അങ്ങനെ വിട്ടു നിർത്താൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കുന്നതാണ് ZWNJ. ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇവിടെ നടക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, സബ് എന്നടിച്ചിട്ട് വ എന്നടിക്കുമ്പോൾ ബാ ചന്ദ്രക്കല വ എന്നടിച്ചപ്പോൾ ബ എന്ന് വരും. പക്ഷെ നമുക്ക് വാ വിട്ടു നിർത്തണം. ഇങ്ങനെ കൂടി ചേർന്ന ശേഷം വിട്ടു നിർത്തണമെങ്കിൽ ചന്ദ്രക്കല കഴിഞ്ഞതിന് ശേഷം ഈ ZWNJ അമർത്തുക. അതായത് നമ്മുടെ / ഒന്ന് അമർത്തുക. എന്നിട്ട് ബാക്കി വാ എന്നടിച്ചാൽ അത് വിട്ടു നിൽക്കില്ല, വിട്ടു നിന്നോളും. സബ്വേ എന്ന് നമുക്ക് വിട്ടു നിർത്താൻ പറ്റും. അതുപോലെ മിത്ത് വ എന്നുള്ള വാക്ക്, മിത്ത് കഴിഞ്ഞിട്ട് 0 പിടിച്ച് അടിച്ചിട്ട് വാ എന്നടിച്ചാൽ മതി. ഇതുപോലെ വേറെ കുറേ വാക്കുകളുണ്ട്. സോഫ്റ്റ്വെയർ എന്നടിക്കുമ്പോൾ ഇങ്ങനെ സോഫ്റ്റ്വെയർ എന്നായിട്ട് മാറും. അപ്പോൾ സോഫ്റ്റ് കഴിഞ്ഞിട്ട് ഈ 0 പിടിച്ച് നോൺ ജോയിനർ ഇട്ടിട്ട് വെയർ എന്നടിച്ചാൽ വരും. ഇപ്പോൾ തമിഴ്നാട്, ചില ഫോണ്ടുകളിൽ കുഴപ്പമില്ല, ചിലതിൽ ഇടിൻ്റെ അടിയിൽ നാ പോയി കിടക്കാറുണ്ട്. പിന്നെ അപ്ലോഡ്, ഫോക്ക്ലോർ എന്ന് എഴുതുമ്പോൾ ക്ലാ എന്ന് വരും. അപ്പോൾ നമുക്ക് ഫോക്ക് കഴിഞ്ഞിട്ട് ഇതടിച്ചിട്ട് ലോർ ഇങ്ങനെ എഴുതാൻ പറ്റും. ഇതുപോലെ അനവധി വാക്കുകൾ. ഇപ്പോൾ ബ്രൂക്ലിൻ ഒരു സബിൽ ഞാൻ കണ്ടിട്ടുള്ളതാണ്. ബ്രൂക്ലിൻ എഴുതുമ്പോൾ ബ്രൂക്ലിൻ ആയിട്ട് മാറും. അപ്പോൾ നമ്മൾ ബ്രൂക്ക് കഴിഞ്ഞിട്ട് ഇതിട്ട ബ്രൂക്ലിൻ എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഇങ്ങനെ കുറേ ഇംഗ്ലീഷ് വാക്കുകളാണ് കൂടുതൽ വരും. ഇപ്പോൾ ഉദാഹരണം സാൻഡ്വിച്ച് നടിക്കുമ്പോൾ സാൻഡ് കഴിഞ്ഞിട്ട് വാടിച്ച സാൻഡ്വ ആണോ, ഒട്ടിപ്പിടിച്ചു. ഇങ്ങനെ ഒട്ടിപ്പിടിക്കുമ്പോൾ ഒരു സുഖമില്ല. അപ്പോൾ നമ്മൾ സാൻഡ് കഴിഞ്ഞിട്ട് ചന്ദ്രക്കല ഇട്ടതിന് ശേഷം ഈ 0 കൊടുത്ത് നോൺ ജോണർ ഇട്ടിട്ട് വിച്ച് നടിച്ച സാൻഡ്വിച്ച് വിട്ട് നിൽക്കും. തായ്ലൻഡ് എന്നായിട്ട് മാറും. അപ്പം തായ് കഴിഞ്ഞിട്ട്
ഇതടിച്ചിട്ട് ലെൻഡ് അടിച്ചാൽ തായ്ലൻഡ് വിട്ടു നിൽക്കും. ഇങ്ങനെ ഇംഗ്ലീഷ് വാക്കുകളാണ് കൂടുതൽ ഇത് വരിക. മലയാളം വാക്കിലും വളരെ റെയറായിട്ട് സാധനം ആവശ്യം വരാറുണ്ട്. ഇത്ര തന്നെ ഉള്ളൂ. ബാക്കി നമുക്കങ്ങ് ടൈപ്പ് ചെയ്ത് ശീലമാവേണ്ട കേസുള്ളൂ. ഇനി പിന്നെ പൂർണ്ണയുടെ മാത്രം ഈ സാധനം ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ പഠിച്ച സാധനം വിൻഡോസിന് ഡിഫോൾട്ട് കീബോർഡിലും മാക്കിന് ഡിഫോൾട്ട് കീബോർഡിലും ഒക്കെ ചെയ്യാം. പക്ഷെ അതിൽ ZWJ ZWNJൻ്റെ സ്ഥലം ചിലപ്പോൾ വിൻഡോസിൽ അത് ഷിഫ്റ്റ് കൺട്രോൾ 1 കിടക്കുന്നത്. ഷിഫ്റ്റ് കൺട്രോൾ 1 ഷിഫ്റ്റ് കൺട്രോൾ 2 വിൻഡോസിൽ ഡിഫോൾട്ടിൽ അത് കിടക്കുന്നത്. അങ്ങനെ ഒരു മാറ്റമുണ്ട്. അതുകൊണ്ട് ഇത് മാത്രമേ ഡിഫോൾട്ട് ഇൻസ്ക്രിപ്റ്റ് എന്ന്, അതായത് നിലവിൽ എല്ലാ കമ്പ്യൂട്ടറിലും ഡിഫോൾട്ടായിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഇൻസ്ക്രിപ്റ്റ് എന്ന് വ്യത്യാസമുള്ളത് ഇത് രണ്ടും മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം സെയിം ആയിരിക്കും. ഏത് കമ്പ്യൂട്ടർ എടുത്ത് നിങ്ങൾ ഡിഫോൾട്ട് വിൻഡോസോ മാക്കോ ലിനക്സോ ഏതോ ആയിക്കോട്ടെ, നിങ്ങൾ ഡിഫോൾട്ട് കീബോർഡ് എടുത്തിട്ട് ഇൻസ്ക്രിപ്റ്റ് ഓൺ ആക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് ഇത് സെയിം ആയിരിക്കും. അതിൽ ഈ 2 സാധനങ്ങൾ മാത്രമാണ് അതിനകത്ത് മാറ്റം എന്ന് പറയാനുള്ളൂ. ഇനി പൂർണ്ണ ഇടാൻ പറയാൻ കാരണം പൂർണ്ണയിൽ ഇതിലല്ലാണ്ട് തന്നെ ഇത് എളുപ്പത്തിൽ കിട്ടുന്ന രീതിയിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. മറ്റേ ഷിഫ്റ്റ് കൺട്രോളിലൊക്കെ ഞെക്കി പോകണം. ഇത് എളുപ്പത്തിൽ തന്നെ ഷിഫ്റ്റിൽ തന്നെ കിട്ടും. ഇതിന് ഷിഫ്റ്റ് പോലും വേണ്ട, നേരിട്ട് ഇതിലാണ് നമ്മൾ ZWJ കിടക്കുന്നത്. ഷിഫ്റ്റ് ഇല്ലാണ്ടാണ് ഇത് കിടക്കുന്നത്. ഇനി വേറെ ചില പ്രത്യേകത പൂർണ്ണക്ക് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സാധാരണ കീബോർഡ് ഉപയോഗിച്ച് ടൈപ്പ് ചെയ്യുമ്പോൾ പലപ്പോഴും കുത്തും കോമയും നമുക്ക് ഇടാൻ പറ്റും. പക്ഷേ സെമി കോളൻ അതുപോലെ തന്നെ മറ്റേ സ്ക്വയർ ബ്രാക്കറ്റ് ഇതില്ലേ ഡബിൾ കോഡ്സ് ഇതൊക്കെ ഇടണമെന്നുണ്ടെങ്കിൽ, കാരണം ഈ കോഡ്സിന് അവിടെ ചായാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ കോളത്തിൻ്റെ അവിടെ ചായാണ് കിടക്കുന്നത്. അതുപോലെ നമ്മൾ ഷിഫ്റ്റിലേക്ക് മാറുമ്പോൾ നോക്കിയാൽ സെമി കോളിൻ്റെ അവിടെ ചായാണ് കിടക്കുന്നത്, കോഡ്സിൻ്റെ അവിടെ ഢായാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്നും നേരിട്ട് ഇടാൻ പറ്റില്ല. ഇൻസ്ക്രിപ്റ്റ് ഡിഫോൾട്ട് വിൻഡോസിൻ്റെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരെ ഇതൊക്കെ ഉപയോഗിക്കുമ്പോൾ ഈ സെമി കോളൻ ഈ പറഞ്ഞ ഇത് സിംഗിൾ കൊട്ടേഷൻ ഡബിൾ കൊട്ടേഷൻ അല്ലെങ്കിൽ പ്ലസ് ഈ സ്ലാഷ് ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ ഇതൊക്കെ ഉപയോഗിക്കുമ്പോൾ ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം അത് ക്ലിക്ക് ചെയ്താൽ നേരെ വരുന്നത് എന്താ പറയുക അക്ഷരങ്ങളായിരിക്കും. ഇതിലുള്ള അക്ഷരങ്ങളാണ് വരിക. അപ്പോൾ അതിന് നമ്മൾ പൂർണ്ണയിൽ വേറൊരു ലെയറും കൂടി, ഷിഫ്റ്റും അല്ലാതെ പുതിയൊരു ലെയറും കൂടി ഉണ്ട്. ആ ലെയറും കൂടി വെച്ചിട്ട് നമുക്ക് ഈ കാര്യങ്ങൾ കൂടി ടൈപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു സവിശേഷത. പിന്നെ മലയാളം നമ്പറുകൾ ടൈപ്പ് ചെയ്യണമെങ്കിൽ ഇവർ ആൾട്ട് ഷിഫ്റ്റ്, ഇപ്പോൾ ഇതിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ 4 എണ്ണം കാണാൻ പറ്റും ഓരോ കീയിലും. അതിൽ ലെഫ്റ്റിലുള്ളത് വെറുതെ ഞെക്കിയാൽ, ലെഫ്റ്റ് ടോപ്പിലുള്ളത് ഷിഫ്റ്റ് ഞെക്കിയാൽ, റൈറ്റിലുള്ളത് ഈ പറഞ്ഞ ആൾട്ട് ഞെക്കിയാൽ വരുന്നതും, റൈറ്റ് ടോപ്പിലുള്ളത് ഈ ഓൾട്ടും ഷിഫ്റ്റും കൂടി ഞെക്കിയാൻ വരുന്നതുമാണ് ഇതിൽ. അപ്പോൾ 4 ലെയർ ഇതിനകത്തുണ്ട്. ഈ പറഞ്ഞ ഇതൊക്കെ മാട ചില്ലക്ഷരമാണ്, അത് നമുക്ക് ഉപയോഗത്തിൽ വരുന്നില്ല. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഉപയോഗത്തിൽ വരുന്നത് വേണമെങ്കിൽ ഇത് ചിലപ്പോൾ പഴയ പുസ്തകങ്ങളിലൊക്കെ ഇറിന് പകരം സ്വർണ്ണം എന്നൊക്കെ എഴുതുമ്പോൾ അതിൻ്റെ പകരം ഉപയോഗിക്കുന്ന ഒരു സാധനം കണ്ടിട്ടുണ്ടാവും. അതാണ് ഈ സാധനം. അപ്പോൾ അത് ആൾട്ട് വെച്ചിട്ട് ആൾട്ട് അമർത്തിയാൽ നമുക്കത് കിട്ടുന്ന പോലെ ഉണ്ട്. പിന്നെ ഈ കോളനും സെമി കോളനും ഈ സാധനങ്ങളൊക്കെയാണ് നമുക്ക് ആൾട്ട് ഷിഫ്റ്റും വെച്ചിട്ട് കിട്ടുന്ന രീതിയിലുള്ളത്. പിന്നെ മലയാളം അക്കം വേണമെങ്കിലും നമുക്ക് ആൾട്ട് ഷിഫ്റ്റ് വെച്ചിട്ട് ഈ മലയാളം അക്കങ്ങൾ നമുക്കിവിടെ കിട്ടുന്ന പോലെയുണ്ട്. ആൾട്ട് വെച്ച് നമുക്ക് ഈ ബ്രാക്കറ്റുകളും ഇവിടെ കിട്ടും. ഇങ്ങനെ ഇനി ഇതിൽ റുപ്പി ചിഹ്നം ഡിഫോൾട്ടാണ്. നമ്മളിപ്പോൾ റുപ്പി ചിഹ്നം അടിക്കണമെങ്കിൽ ആൾട്ട് 4 അമർത്തിയാൽ മതി. റൈറ്റ് ആൾട്ട് ആട്ടോ ആൾട്ട് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്. റൈറ്റ് ആൾട്ട് 4 അമർത്തിയാൽ, അതായത് 4 നമ്മൾ സാധാരണ എന്ത് വരുന്നുള്ളത് ഡോളർ ചിഹ്നം വരുന്നത്. അതിൽ തന്നെ ആൾട്ട് 4 അടിച്ചാൽ നമുക്ക് റുപ്പി ചിഹ്നം അവിടെ കിട്ടും. പിന്നെ ഈ ഒരു സാധനം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു എഡിറ്ററായിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇവിടെ നിങ്ങൾ ടൈപ്പ് ചെയ്ത സാധനം നമ്മൾ എത്ര റീലോഡ് ചെയ്താലും പോവില്ല. ഉദാഹരണത്തിന് ഞാൻ അതൊക്കെ ക്ലോസ് ചെയ്തു, കമ്പ്യൂട്ടറൊക്കെ റീസ്റ്റാർട്ട് ചെയ്തിട്ട് വീണ്ടും പുതിയൊരു ബ്രൗസറൊക്കെ എടുത്ത് നമ്മൾ വീണ്ടും ആ ലിങ്കിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ ടൈപ്പ് ചെയ്തൊക്കെ അവിടെ തന്നെ ഉണ്ടാവും. കമ്പ്യൂട്ടർ റീസ്റ്റാർട്ട് ചെയ്താൽ പോലും ഇതൊന്നും പോവില്ല, അവിടെ തന്നെ സേവ്ഡ് ആണ്. അപ്പോൾ നമുക്കൊരു ടെക്സ്റ്റ് എഡിറ്ററായിട്ട് വേണമെങ്കിലും ഇതിനെ ഉപയോഗിക്കാൻ പറ്റും.